ഡിസംബറിലെ തണുപ്പിൽ പലപ്പോഴും വിമാനം നേരം പോകും, ഫ്ലൈറ്റ് ഡിലേ ആകും. അതിൻ്റെ കാരണം മൂടൽമഞ്ഞാണ് എന്ന് പലപ്പോഴും അനൗൺസ് ഇംഗ്ലീഷിലൊക്കെ വരും. പക്ഷേ അറബിയിൽ നമ്മുടെ ബോസിനോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് അറബി വാക്ക് ഉപയോഗിക്കുക എന്ന് പലർക്കും അറിയില്ല. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, ആദ്യമായി മൂടൽമഞ്ഞിന് ദബാബ് എന്നാണ് പറയുക. ദബാബ് തഖർത്ത് തായിറ അശാൻ കുസാഫത്ത് ദബാബ എന്ന് പറയും. അത്രയും നിങ്ങൾ പറയണം. അശാൻ കിസാഫത്ത് ദബാബ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന മൂടൽമഞ്ഞ് കാരണം ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ദുബാബ കുസാഫ എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞിരിക്കുക, അതിൻ്റെ കട്ടി കൂടുതലാവുക എന്നൊക്കെയാണ്. അതല്ല നമ്മളിവിടെ മെയിൻ സബ്ജക്റ്റ് ദബാബ് എന്നാണ്. ദബാബ് എന്ന് എനിക്കറിയാം. ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് ഹയ്യു ദബാബ് എന്നൊരു പ്രദേശം തന്നെയുണ്ട്, മൂടൽമഞ്ഞ് പ്രദേശം എന്നാണ്. അബുഹയിലെ മൂടൽമഞ്ഞ് പ്രദേശത്തെ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മൂടൽമഞ്ഞിന് ദബാബ് എന്ന് പറയും. ഇനി ഇതോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാം അറബിയിലെ ഓരോ വാക്കുകൾക്കും മൈന്യൂട്ടായ അർത്ഥങ്ങളാണുള്ളത്. ഉദാഹരണം മേഘം, നമ്മളിന്ന് പറയുന്നത് മേഘാവൃതമാണ് അന്തരീക്ഷം. അത് തെളിഞ്ഞ മേഘത്തിനൊരു പേര് വേറെയാണ്. മഴ നിറഞ്ഞിരിക്കുന്ന മൂടൽ മേഘങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ മേഘം മഴ പെയ്യാൻ സാധ്യതയുള്ള അതിന് ഗൈമ് എന്നാണ് പറയുക. ഗിയാം ഗൈമ് എന്ന് പറയും. ഓ അൽജവു മുഗയ്യം അസ്സമാ മുഗയ്യം, ഇന്ന് ആകാശം മേഘാവൃതമാണ്. അസ്സമാ മുഗയ്യം. അപ്പോൾ ഗൈമ് എന്നാൽ മേഘം, മൂടിയ മേഘം എന്നാണ് അർത്ഥം. എന്നാൽ സാധാരണ തെളിഞ്ഞ മേഘങ്ങൾക്ക് മാഷാ അല്ലാഹ് സഹാബ് അല്യം വാളിഹ്, സഹാബ് എന്നാൽ മേഘം എന്നാണ്. പക്ഷേ ആ മേഘം മഴ വർഷിപ്പിക്കാനുള്ളതല്ല, തെളിഞ്ഞ മേഘത്തിനാണ്. നോക്കി നിങ്ങൾ, അറബിയിലെ ഓരോ വാക്കുകളുടെയും കൃത്യമായ അവലോകനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്ന് സഹാബ് എന്നാൽ സാധാരണ വെളുത്ത നീലമേഘങ്ങൾക്കാണ് സഹാബ് എന്ന് പറയാം. ഓക്കെ ആണോ? രണ്ടാമത്തെ ഗൈമ് എന്നാൽ മൂടിക്കിടക്കുന്ന മേഘാവൃതമായ മഴ വർഷിക്കാൻ സാധ്യതയുള്ള കറുത്തിരുണ്ട മേഘങ്ങൾക്ക് ഗൈമ് എന്ന് പറയും. അപ്പോൾ അത് അന്തരീക്ഷം മേഘാവൃതമാണ്. എങ്ങനെ പറയും? അൽ ജവ്വു മുഗയ്യം, ആകാശം മേഘാവൃതമാണ്. അസ്സമാ മുഗയ്യം എന്ന് പറയും. ഓക്കെ, രണ്ടെണ്ണമായില്ലേ? അപ്പോൾ ഇനി മറ്റൊന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്, ഞാൻ അതോടൊപ്പം തന്നെ പഠിച്ചത് ദബാബാണ്. ദബാബ് എന്നാൽ പിന്നെ കോട എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, മൂടൽ മഞ്ഞ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് ബർദ് എന്നും പറയാറുണ്ട്. മഞ്ഞിന് ബർദ് എന്ന് പറയും. ബർദ് എന്നാൽ തണുപ്പാണ് സത്യം പറഞ്ഞാൽ. ഈ മഞ്ഞുകൾക്ക് അതേപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് തെൽജ് എന്നത്. തെൽജ് എന്നാൽ കട്ടിയേറിയ പിന്നെ തണുത്ത കട്ടകൾക്കാണ് തെൽജ് എന്ന് പറയും. ബർദിൻ്റെ ഏറ്റവും കൂടുതലുള്ളത് തെൽജാണ്. ഇപ്പോൾ ആലിപ്പഴ വർഷമൊക്കെ ഉണ്ടായി മഴയ്ക്ക് എന്ന് പറയും, അത് തെൽജ് എന്നാണ് അതിന് പറയാം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ആലിപ്പഴം എന്ന് പറയും. എങ്ങനെയാണ് ആ പേരൊന്നും അറിയില്ല. എന്തായിരുന്നാലും അസ്സമാ മുംതിർ ബിസ്സൽജ്, അസ്സമാ മുംതിർ ബിസ്സൽജ്, ആകാശം മഴ വർഷിച്ചു ആലിപ്പഴ വർഷത്തോടുകൂടെ എന്ന് നമുക്കതിനെ അർത്ഥം മലയാളത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പഠിച്ചൊരു 5 വാക്കുകളെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്പർ 1 ദബാബ്. കാരണം ഇപ്പോൾ നമുക്ക് വിമാനങ്ങളൊക്കെ ഫ്ലൈറ്റ് ഡിലേ ആവാനുള്ള കാരണം പലപ്പോഴും മൂടൽ മഞ്ഞാണ്. അപ്പോൾ ദബാബ്. നമ്പർ 2 ഗൈമ്, മൂടൽ മേഘം. നമ്പർ 3 സഹാബ്, സാധാരണ നീല മേഘങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളതാണ്. മറ്റൊന്ന് മത്തർ, മഴയാണ്. വേറെ ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? സെൽജ് എന്ന. ഈ 5 വാക്കുകളെ നിങ്ങൾ മറക്കാതെ പഠിക്കുക. സെൽജ്, ഐസ് എന്ന് പറയും, ഐസ് മഴ എന്നൊക്കെ പറയല്ലോ, ഇതാണ്. ഓക്കെ, എന്തായിരുന്നാലും സാധാരണ അറബികളോട് സംസാരിക്കുന്ന, അറബികളെപ്പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഇൻഫർമേഷനാണ് ഞാൻ നൽകിയതെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവ് നേടുന്നതിന് ഇതിനോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ അറബികളെപ്പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അറബിക് യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനും മറക്കാതിരിക്കുക. ശുക്രൻ ലക്കും, അസ്സലാമ.